ഇരിക്കുക. കർശനമായി നോമ്പെടുത്തവർ കാണും. നമ്മൾ വീട്ടിൽ മീൻകറി വെക്കാറുണ്ട് ഇല്ലേ? ഇപ്പോഴും വെക്കാറുണ്ടായിരിക്കും, എപ്പോഴും വെക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ കുളത്തിൽ നിന്നും തോട്ടിൽ നിന്നും പുഴയിൽ നിന്നും പിടിച്ച മീനായിരിക്കില്ല എപ്പോഴും കറി വെക്കുന്നത്. കടലിൽ നിന്ന് പിടിച്ച മീനാണ്. അതാണ് ജീപ്പിലും ബൈക്കിലും ഒക്കെയായി നമ്മുടെ വീട്ടുമുറ്റത്ത് ഓരോരുത്തർ കൊണ്ടുവന്നത്, അല്ലെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. ഈ മീൻ, കടലിൽ നിന്ന് പിടിച്ച മീൻ മുട്ട വിരിഞ്ഞ് വീണത് തന്നെ ഉപ്പുവെള്ളത്തിലാണ്. ആയുഷ്കാലം മുഴുവൻ കിടന്നത് ഉപ്പുവെള്ളത്തിലാണ്. ആണോ? ഉപ്പുവെള്ളത്തിലാണ് മീൻ കിടക്കുന്നത്. പക്ഷെ അതിനെ ഉപ്പുവെള്ളത്തിൽ ജനിച്ച് ജീവിച്ച ഒരു മത്സ്യം ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന് കറി വെക്കാനെടുത്ത് വെട്ടി തേച്ച് കഴുകി മുറിച്ച് പാത്രത്തിലാക്കുമ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഉപ്പ് വീണ്ടും അതിനകത്ത് ഇടുന്നത് എന്തിനാ? അല്ല, ഈ മീൻ ജനിച്ച് ജീവിച്ചത് മുഴുവൻ ഉപ്പുവെള്ളത്തിലല്ലേ? എന്നിട്ട് ഇതിന്റെ മാംസത്തിൽ അല്പം പോലും ഉപ്പ് പിടിച്ചില്ലേ? എന്ത് ഇത്രയും നാൾ ഈ വെള്ളത്തിൽ കിടന്നിട്ടും ആ വെള്ളത്തിന്റെ ഒരു ഉപ്പുരസം അതിന്റെ മാംസത്തിൽ വന്നിട്ടില്ല. മാംസത്തിന് പച്ച രുചിയാണ്. ഉപ്പിടുമ്പോഴാണ് അതിന്റെ രുചി. ആ മത്സ്യം നമ്മൾ ഭക്ഷിക്കാൻ വറുത്താലും കറി വെച്ചാലും ഉപ്പ് ചേർക്കുന്നത് എന്തിനാണ്? അല്ല, ഇത് കടൽ വെള്ളത്തിലല്ലേ കിടന്നത്? അത് മത്തിയായാലും അയലയായാലും ഏത് മത്സ്യമായ കടൽ മത്സ്യമായാലും അത് ഉപ്പുവെള്ളത്തിലാണ് കിടന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന് ജീവനുണ്ട്. ജീവൻ. ആ ജീവൻ ഉള്ളിടത്തോളം കാലം ഉപ്പുവെള്ളമാകുന്ന വലിയ ലോകത്തിൽ കിടന്നാലും ഒന്നും അതിനകത്ത് കയറിയ. അതിൻ്റെ തൊലിപ്പുറത്ത് മാത്രമേ ആ ഉപ്പുള്ളൂ. ആ ഉപ്പിൻ്റെ ആ വെള്ളമയമേ ഉള്ളൂ. അതിൻ്റെ മാംസത്തിൽ കയറത്തില്ല. ഒറ്റ റീസണേ ഉള്ളൂ, അതിനകത്ത് ജീവനുണ്ട് ആ മത്സ്യത്തിന്. എന്നാൽ എന്നാണോ ആ ജീവൻ അതിനെ പിടിച്ച് ആ ജീവൻ നഷ്ടപ്പെടുന്നത്, അതിനെ പാത്രത്തിൽ ചട്ടിക്കകത്ത് നമ്മുടെ വീട്ടിൽ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന 2 സ്പൂൺ ഉപ്പിട്ടാലും ഒരു മണിക്കൂറുകൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാംസത്തിൽ ഉപ്പ് കയറി ഉപ്പ് പിടിക്കും അതിനെ. നമ്മൾ പറയില്ലേ, നാളെ മീൻകറി ഇന്ന് അങ്ങ് വെച്ചേരെ, ഉപ്പും പുളിയും പിടിക്കട്ടെ എന്ന് പറയില്ലേ? കടലിൽ ആയുസ് മുഴുവൻ കിടന്നിട്ട് ഒട്ടും ഉപ്പ് പിടിച്ചിട്ടില്ലാത്തതാണോ ഒരു നിശ്ചിത മണിക്കൂർ ഉപ്പ് പിടിക്കൽ? ജീവൻ പോകുമ്പം കയറി പിടിക്കുകയല്ല. എന്താണ് ആ ജീവൻ? മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ദൈവവചനത്തിലൂടെ നിനക്ക് കിട്ടുന്ന ഒരു ജീവനുണ്ട്. ആ ജീവൻ നിന്റെ അകത്തുള്ളിടത്തോളം കാലം